ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മേഘനാഥനാണെങ്കിൽ എല്ലാവരും അറിയിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതാപനാണെങ്കിൽ ഉണ്ണിയെ വിളിപ്പിക്കുന്നുണ്ട്. ഉണ്ണിയോട് പറയുന്നുണ്ട്, നീ കണ്ടില്ലേ, നിൻ്റെ ഏട്ടനാണെങ്കിൽ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല, നിന്നെ കൊണ്ടാണെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല, എൻ്റെ കരുണമ്മളുടെ കുഞ്ഞാണെങ്കിൽ അതും നഷ്ടപ്പെട്ടു, എല്ലാ നഷ്ടങ്ങളും നമുക്ക് മാത്രമാണല്ലോ എന്നുള്ള രീതിയിൽ പ്രതാപൻ ഇങ്ങനെ ഉണ്ണിയോട് പറയുന്നുണ്ട്. ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഏത് സമയം എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായത് നിങ്ങളുടെ അമ്മയും മാത്രമാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ അന്നേ പറഞ്ഞതാണ് ആ പണിക്കൊന്നും നിങ്ങളാരും പോകേണ്ടെന്ന്. എന്നിട്ട് നിങ്ങളാരും തന്നെ കേട്ടില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുഞ്ഞിനെയാണ്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മകളുടെ സങ്കടം അത് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലുള്ളൂ. ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ സങ്കടങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോൾ നോക്കിയാലും എന്നെ ഇങ്ങനെ കുറ്റം പറയാതെ അല്ലാതെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് പ്രതാപനോടാണെങ്കിൽ ഉണ്ണി ചോദിക്കുന്നുണ്ട്. അപ്പം പ്രതാപൻ പറയുന്നുണ്ട് ഉണ്ണിയോടാണെങ്കിൽ, എൻ്റെ പൊന്നു മോനെ, നിന്നോട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ, അച്ഛൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്, കാരണം എപ്പോഴും നമ്മളാണ് ഇവിടെ തോറ്റുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് തന്നെ മോനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല, മോനതങ്ങ് ക്ഷമിച്ചേക്ക്, എന്തായാലും ആ കണ്ണനെയും ആ മഹിയെ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മോൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. അങ്ങനെ മുത്തശ്ശിയോട് ഉണ്ണി പറയുന്നുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും അവർക്കൊന്നും ഒരു കാര്യം പോലും നമുക്ക് നടത്താൻ കഴിയുന്നില്ലല്ലോ, എപ്പോഴും നമുക്ക് തന്നെയല്ലേ തിരിച്ചടി, ഇനിയിപ്പോൾ എന്ത് നടത്താനാണ്? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു വിഷക്കൂട്ടുണ്ട്, ആ വിഷം എൻ്റെ കരുണമ്മളുടെ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കി, ആ വിഷം എൻ്റെ പൊന്നുമോൻ അവർ കഴിക്കുന്ന ആഹാരത്തിൽ കലർത്തി കൊടുത്താൽ അവൻ എന്തായാലും മരണം ഉറപ്പാണ്, അതെന്തായാലും മോൻ ചെയ്യണം, കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വന്നാൽ അവർക്ക് വലിയ സംശയം തന്നെ തോന്നും എന്നുള്ള രീതിയിൽ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണി അങ്ങ് കമലേശ്വരം വീട്ടിലോട്ട് തിരിച്ചു പോയ സമയത്ത് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പ്രതാപ അവനൊന്നും പറയാതെ നിന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അമ്മേ, ഇപ്പോഴാണെങ്കിൽ കണ്ണൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്, അവന് സ്വത്തുക്കളും ആരോഗ്യവും എല്ലാം തന്നെ ഉണ്ട്, അപ്പോൾ ഇവനെയും കൂടെ നമ്മൾ അവൻ്റെ കൂടെ വിട്ടാൽ ശരിയാവില്ല, അപ്പോൾ പിന്നെ നമ്മുടെ പ്ലാനുകൾ ഒന്നും തന്നെ നടക്കില്ല, അതുകൊണ്ട് ഉണ്ണിയെ നമുക്ക് മുറുകെ പിടിച്ചേ മതിയാവും, അതുകൊണ്ടാണ് ഞാൻ അവനെ ഒന്നും പറയാതിരുന്നത്, അതെന്തായാലും അമ്മ വീട്, നമുക്കെന്തായാലും കണ്ണനെയും മഹിയെ ഇല്ലാതാക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥനെ പ്രതാപൻ വിളിക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ മേഘനാഥനോട് പറയുന്നുണ്ട്, എന്തായാലും ഒരുപാട് വഴിയൊന്നും നമ്മുടെ മുമ്പിൽ തെളിയുന്നില്ല, അതുകൊണ്ട് ആകെയുള്ള വഴി ആ വിഷം കലർത്തുക എന്ന് മാത്രമാണ്. ഇതിപ്പോൾ എത്രാമത്തെ വട്ടമാണ് നമ്മൾ ഈ വിഷം കലർത്തുന്നത്? എപ്പോഴും നമുക്ക് തന്നെയല്ലേ തിരിച്ചടി, എന്തിനാ ഇനി ഈ വിഷം കൊണ്ട് പോകുന്നത്? എനിക്ക് മടുത്തു, അവരെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് ഒന്നും തന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്നേ അല്ലാതെ വേറൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രതാപനോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിയുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ. അപ്പം മേഘനാഥനോട് പറയുന്നുണ്ട്, നീ എന്തായാലും വിഷമിക്കണ്ട, എല്ലാവർക്കും ആഗ്രഹം നമ്മുടെ ആഗ്രഹം തന്നെയല്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കാൻ നിൽക്കുന്നത്? സ്വത്തുക്കളൊക്കെ നിനക്ക് എന്തായാലും കിട്ടും, അത് മഞ്ജു എന്തായാലും നിൻ്റെ ജീവിതത്തിൽ വന്നാൽ മാത്രമാണ്, അതുകൊണ്ട് നീ എന്തായാലും പരിശ്രമിക്കണം, നിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശക്കൂട്ടും കൊണ്ട് നമ്മുടെ മേഘനാഥനാണെങ്കിൽ ഉണ്ണിയുടെയും ദുർഗയുടെയും അരികിലേക്ക് കമലേശ്വരം വീട്ടിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ മേഘനാഥനെ ഉണ്ണിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്താ പറ്റിയ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ അവസാന നിമിഷത്തെ ഒരു കൂട്ടാണ്, ഇതാണ് ആ വിഷക്കൂട്ട്, ഇത് കാരണമാണ് കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്, ഇത് അത്രയേറെ ശക്തിയുള്ള ഒരു കൂട്ടാണ്, ഈ കൂട്ട് എന്തായാലും ആ കണ്ണൻ്റെയും മഹിയുടെയും വയറ്റിലെത്തിയാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷെങ്കിൽ അവർക്ക് ഈ ഒരു വിഷക്കൂട്ട് അവരുടെ വയറ്റിലെത്തണം, അല്ലാതെ ഒന്നും തന്നെ സംഭവിക്കില്ല എന്നിങ്ങനെ ദുർഗയോട് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഞാൻ ചെയ്തോളാം, നീ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കോ, കാരണം കണ്ണം വല്ലതും കണ്ടാൽ വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് ദുർഗയാണെങ്കിൽ മേഘനാഥനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി നമ്മുടെ ദുർഗയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ, ഇതിനൊന്നും നിങ്ങൾ കൂട്ടു നിൽക്കരുത്, കാരണം എത്രയൊക്കെ നമുക്ക് രണ്ടുപേർക്കും തിരിച്ചടി കിട്ടിയതാണ്, എല്ലാവർക്കും തന്നെ തിരിച്ചടി കിട്ടിയിട്ടും നിങ്ങളാരും തന്നെ എന്താ പഠിക്കാത്തത്? എന്തായാലും ഇതും അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഈ വിശക്കൂട്ട് വെറുതെ അതിലൊഴിച്ചിട്ട് ഒരു പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കണ്ട, എന്തായാലും ഇപ്പം നമുക്ക് ഈ കമലേശ്വരം വീട്ടിൽ നിൽക്കാനെങ്കിലും ഒരു അധികാരമുണ്ട്, അതുപോലും നിങ്ങൾ ഓരോന്ന് കാണിച്ച് ഇല്ലാതാക്കരുത്. ഞാനന്ന് കരുണയോട് പറഞ്ഞതാണ്, എന്താ ഈ വിശക്കൂട്ട് വെച്ച് നീ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന്, പക്ഷെങ്കിൽ അന്ന് അവളത് കേട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ഇപ്പം എന്തായാലും അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ഉണ്ണി ഇങ്ങനെ ദുർഗയോട് പറയുന്നുണ്ട്. ദുർഗയാണെങ്കിൽ ഇതൊന്നും തന്നെ അനുസരിക്കാതെ അത് അങ്ങനെ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണനും മഹിക്കും ആ പായസം കുടിക്കേണ്ടി വരുന്നുണ്ട്, ആഹാരത്തിലും
നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും വേണ്ടി കലർത്തിയിരുന്ന ദുർഗ. പക്ഷേങ്കിൽ ഇതൊക്കെ നമ്മുടെ ദുർഗ കാണുന്നുണ്ടെങ്കിലും സന്തോഷിക്കാൻ പോലും നമ്മുടെ ദുർഗയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം അന്നേ ദിവസം തന്നെ പൂജാമുറിയിൽ നിന്ന് ദുർഗയ്ക്ക് പാമ്പിൻ്റെ കടിയേറ്റ് ദുർഗയ്ക്ക് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വരുന്നുണ്ട്. ദുർഗയാണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അന്നത്തെ വിളി ആരും തന്നെ കേട്ടില്ല. പെട്ടെന്ന് തന്നെ വിഷപ്പാമ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉണ്ണി എങ്ങനെയൊക്കെയോ അറിഞ്ഞിട്ട് അലർച്ച വിളി കേട്ടിട്ട് ഉണ്ണി ഓടിയെത്തുന്നുണ്ട്. ഓടിയെത്തിയ ഉണ്ണി കാണുന്നത് ദുർഗയാണെങ്കിൽ ഒരു മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പാമ്പാണെങ്കിൽ വിഷം കടിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ പാമ്പിനെ മാറ്റിയിട്ട് നമ്മുടെ ദുർഗയും കൊണ്ട് ഓടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ. അങ്ങനെ എന്ത് ചെയ്താലും അവർക്കൊക്കെ തിരിച്ചടി കിട്ടുന്ന ഒരു രംഗം തന്നെയാണ് ഈ മഹാലക്ഷ്മി സീരിയലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ. ഇനിയിപ്പോൾ ദുർഗയുടെ അവസ്ഥ എന്താവുന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം മറ്റൊരു പ്രമോയിട്ട് വരാം. അപ്പോൾ ഗുഡ് ബൈ.